നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്ന് ഞാൻ ഇറങ്ങട്ടെ. ശരി. ഏതെങ്കിലും പെൺകുട്ടിയൊന്നും അല്ല, ഇവളെ തന്നെ എനിക്ക് മരുമോളായി തരണേ എന്റെ ഭഗവാനെ. ഞാൻ ഒരുപാട് കൊതിച്ചു പോയതാ. അല്ല, മോൾ എങ്ങോട്ടീ പോകുന്നേ? ഞാൻ സഞ്ജയനെ ഒന്ന് കണ്ടിട്ട് വരാം. അവൻ കൊറേ ആയി വിളിക്കുന്നു. ഇടയ്ക്കൊക്കെ ഇങ്ങനെ പോയി കണ്ടില്ലെങ്കിൽ ശരിയാവില്ല. വലിയ വീട്ടിലെ പയ്യനല്ലേ, വേറെ വല്ലവരോടൊരു കൗതുകം തോന്നിയാ മതി. എന്റെ കാര്യം അവൻ മറക്കും. അയ്യോ, മറക്കാൻ സമ്മതിക്കരുത്. മോക്ക് കിട്ടിയ ലോട്ടറിയാണ് ആ ചെക്കൻ. അവനെ ഒരിക്കലും കൈവിടരുത്. എങ്ങനെയെങ്കിലും മയക്കി ചാക്കിലാക്കണം. അല്ല, എവിടെ വെച്ച് കാണാന്നാ പറഞ്ഞേക്കുന്നത്? അവന്റെ വീട്ടില് വെച്ച്. അയ്യോ, സൂക്ഷിക്കണം മോളെ. അവൻ എന്തെങ്കിലും ദുരുദ്ദേശത്തോടു കൂടി ആയിരിക്കും വിളിക്കുന്നത്. അത് ഞാൻ എപ്പോഴേ ഊഹിച്ചു. പക്ഷേ അതിന്റെ അപ്പുറം വലിയ പ്ലാൻ എന്റെ കയ്യിലുണ്ട്. ഇത് റിസ്ക് ആണ് മോളെ. റിസ്ക് എടുക്കാതെ ജീവിതത്തിൽ ആരും ഒന്നും നേടിയിട്ടില്ല. ഇത് ദൈവമായിട്ട് എനിക്ക് തന്നൊരു അവസരമാ. എനിക്കിത് വിട്ടുകളയാൻ പറ്റില്ല. എന്നാ മോൾക്ക് ശരിയെന്ന് തോന്നുന്നു മോള് ചെയ്യേ. പിന്നെ ഞാൻ കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് പഠിക്കാൻ പോവാണെന്ന് അമ്മയോട് പറഞ്ഞിരിക്കുന്നത്. അതങ്ങനെ തന്നെയാണെന്ന് കുഞ്ഞാച്ച അമ്മയെ പറഞ്ഞൊന്ന് ധരിപ്പിക്കണം. ഓക്കേ. പഠിക്കുന്നതിനിടയിൽ എന്നെ വിളിച്ചെന്നും കൂട്ടുകാരിയുമായി ഫോണിൽ സംസാരിച്ചെന്നൊക്കെ തട്ടിവിട്ടേക്ക്. അമ്മയ്ക്ക് എന്നെ കുറിച്ച് എന്തൊക്കെയോ സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും കുഞ്ഞാറ്റിയോട് പറഞ്ഞാ അപ്പൊ തന്നെ എന്നെ അറിയിക്കണം. ഞാൻ വേണ്ടത് എന്താന്ന് വെച്ചാ ചെയ്തോളാം. ശരി മോളെ, എന്ന് ഞാൻ ഇറങ്ങും. ഓൾ ദ ബെസ്റ്റ്. ശരി. അവളുടെ ഒരു പോക്കുണ്ടില്ലേ, ഒരുത്തിനെ തീച്ചിട്ട് വേറൊരുത്തനെ പറ്റിക്കാൻ ഇറങ്ങിയിരിക്കുക. ഇവളൊന്നും ഒരു കാലത്തും ഗുണം പഠിക്കില്ല. ആ സഞ്ജയുടെ കയ്യിൽ നിന്ന് ഇവക്ക് 8ന്റെ പണി കിട്ടണം. എന്നാലും ഇവളൊക്കെ പഠിക്കൂ. ചാച്ചു, എന്താ സഞ്ജു? ചാച്ചു ഒന്ന് പുറത്ത് കറങ്ങിട്ട് വരാവോ? വല്ല സിനിമയ്ക്കോ മറ്റോ പോയാ മതി. എന്തു പറ്റി? സ്വപ്ന ഇന്നും കൂടെ വരുന്നുണ്ട്. ആഹാ, അപ്പോ നീ ഇന്ന് ഗിരിയോട് പകരം വീട്ടു അല്ലേ? എനിക്ക് ഹോട്ടൽ നഷ്ടപ്പെട്ടതും നാട്ടുകാരുടെ മുന്നിൽ ഞാൻ വീണ്ടും നാണം കെട്ടതൊക്കെ ഗിരി കാരണമാ. അവന്റെ പെങ്ങളെ കൊണ്ട് അതിനെ ഞാൻ കണക്ക് പറയിക്കും. അത് കേട്ടാ മതി. ഒരു കാര്യം ചെയ്യാം, ഞാൻ പോകുന്ന വഴിക്ക് ഹോട്ടലിൽ നിന്ന് ശാലിനിയെ കൂട്ടിക്കൊണ്ടു പോവാം. അപ്പൊ അവള് നിങ്ങൾക്കൊരു ശല്യായി വരികയില്ല. താങ്ക് യു ചാച്ചു. ഗിരി ഇടയിൽ കയറി പ്രശ്നമാവോ? ഇല്ല ചാച്ചു, അവൻ ബാറിൽ സ്റ്റോക്ക് എടുക്കുന്നതിന്റെ തിരക്കില്ല. അവൻ അവിടെ നിന്ന് ഇറങ്ങിയ എന്നെ വിളിച്ചു പറയാൻ ഞാൻ അവിടെ ആളുകളെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. അവന്റെ ശല്യം ഉണ്ടാവില്ല. ഇത്തവണ അവള് മിസ്സാവരുത്. മിസ്സാവില്ല ചാച്ചു. ചാച്ചു പോവാൻ റെഡിയായിട്ട് വാ. ശരിയടാ. കേറി വാ. ഇവിടെ വേറെ ആരും ഇല്ലേ? ഇല്ല, നമ്മള് മാത്രമേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു ശാലിനിയും ഗോപിക മാഡം ഉണ്ടാവൂന്ന്. നീ അവരെ കാണാനാണോ വന്നത്? അല്ല. പിന്നെ ആരെ കാണാനാ വന്നത്? സഞ്ജുവേട്ടനെ കാണാൻ. ഈ സഞ്ജുവേട്ടാന്നുള്ള നിന്റെ വിളിയില് ഞാൻ വീണു പോവും. ആ വിളിയിലുണ്ട് നിനക്ക് എന്നോടുള്ള സ്നേഹം. സഞ്ജുവേട്ടനല്ലാതെ എനിക്ക് സ്നേഹിക്കാൻ വേറെ ആരാ ഉള്ളത്? നിന്റെ അമ്മയും ഗിരിയൊക്കെ ഇല്ലേ?
പൊതുവെ അമ്മമാർക്ക് ആൺകുട്ടികളോടാണല്ലോ സ്നേഹം. എന്റെ അമ്മ അങ്ങനെ തന്നെയാ. ഗിരിയേട്ടൻ പറയുന്നത് അമ്മയ്ക്ക് വേദവാക്യം. എനിക്ക് കുട്ടിക്കാലം മുതലേ ഗിരിയേട്ടന് ഇഷ്ടമല്ല. പക്ഷേ ഗിരിക്ക് നിന്നെ വലിയ കാര്യമല്ലേ. നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഗിരിക്കത് സഹിക്കില്ല. നിന്നോട് അത്രയ്ക്ക് സ്നേഹമല്ലേ അവന്. അതൊക്കെ ഉണ്ടാവും. പക്ഷേ എനിക്ക് വലുത് എന്റെ സഞ്ജുവേട്ടനാ. എന്നെ ഇത്രയും സ്നേഹിക്കുന്ന ഒരു പെണ്ണിനെ കിട്ടിയത് എന്റെ ഭാഗ്യമാ. ഇതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് മതി. കല്യാണമൊക്കെ നടക്കും. നിനക്കെന്നെ ഒരു വിശ്വാസമില്ലേ? ഈ കാര്യത്തില് ആണുങ്ങളെ വിശ്വസിക്കുന്നത് അത്ര ബുദ്ധിയല്ല. അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവുക? ഇതിപ്പോ ആരാ? ഗിരിയേട്ടനാണോ? ഏയ്, അവൻ ബാറില്ല. നീ മുറിയിലേക്ക് ചെല്ല്, ഞാൻ നോക്കിട്ട് വരാം. ശ്ശെ, ഇവന് പോരാൻ കൊണ്ടൊരു നേരം. താനെന്താ ഇവിടെ? എനിക്ക് ഗോപാൽജി കുറച്ച് കാശ് തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് വാങ്ങാൻ വന്നതാ. അതൊക്കെ ബാറിൽ നിന്ന് വാങ്ങിച്ചോ? അടക്കല്ലേ? അതൊന്നും ശരിയാവില്ല മോനെ. അവിടെ ഗിരിയുണ്ട്, അവൻ 100 ചോദ്യങ്ങൾ ചോദിക്കും. മോൻ എടുത്തോണ്ട് വാ, ഞാനിവിടെ കാത്തുന്നോളാം. ചെല്ലു മോനെ. അവന്റെ ഭാവം കണ്ടിട്ട് എന്തോ പന്തികേട് തോന്നണ്ടല്ലോ, എന്തോ പ്രശ്നമുണ്ടല്ലോ. ഇതെന്തപ്പ അങ്ങനെ അവിടെ കിടന്നനങ്ങണേ? ആരായാലേ ഒളിച്ചിരിക്കണ്ട, ഇങ്ങ് പോരെ. ശരി. തന്നോട് ആരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ഞാൻ ആ ടോയ്ലറ്റ് ഒന്ന് ഉപയോഗിക്കാൻ കയറിയതാ. അപ്പോഴല്ലേ ഈ കുട്ടിയെ കണ്ടത്. നീ ആ ഗിരിയുടെ പെങ്ങളല്ലേ? പൊക്കോ. അവളെ മോൻ ആത്മാർത്ഥമായിട്ടൊന്നും പ്രേമിക്കില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് സൂക്ഷിക്കണം. ഗിരി അറിഞ്ഞ ആകെ പ്രശ്നാവും.
താനെന്നെ ഭീഷണിപ്പെടുത്താണോ? അയ്യോ അല്ല, ഗിരിക്ക് എന്തെങ്കിലും ഒരു പണി കൊടുക്കണമെന്ന് എന്റെ കുറെ കാലത്തെ ആഗ്രഹം. ഈ കാര്യത്തില് ഞാൻ മോന് കട്ട സപ്പോർട്ടാ. ഗിരിക്കൊരു പണി കൊടുക്കാൻ എന്നെ കൊണ്ട് സാധിച്ചില്ലെങ്കിലും അത് ചെയ്യുന്ന ഒരാളെ സഹായിക്കാൻ എനിക്ക് കഴിഞ്ഞ എനിക്ക് അത്രയും സമാധാനം. നീ സ്വപ്നയെ ചതിച്ച് അവള് കാരണം ഗിരി നാണം കെടുമ്പോ എനിക്ക് അവനെ ഒന്ന് കാണണം.